സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടുത്തെ ഇതിന്റെ കാര്യക്കാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് കാര്യസ്ഥൻ പറയാത്തതിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന സൈനുദ്ദീൻ അമാനിയെ പരിചയപ്പെടുത്തുന്ന കാഴ്ചകൾ അതൊരു വിൽപ്പന എന്നുള്ള ആൾക്കല്ല, അവർക്കൊക്കെ ഒരു മരുന്ന് എന്നുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷം. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇതിന്റെ ടേസ്റ്റ് വല്ലാത്ത ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയും ചക്കയും ഇവിടുത്തെ ഒരു പ്രത്യേകമായി ഉണ്ടാക്കിയതാന്നാ തോന്നുന്നത്. പിന്നെ കറിനാരങ്ങ ഉണ്ട്. കറിനാരങ്ങ ഓണത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അത് ശരി, അത് ശരി. വില നോക്കിയിട്ടല്ലേ കൊടുക്കല്, അതിൽ ആൾക്കാർക്ക് ഒരു സംതൃപ്തി, അതാണ് മെയിൻ. അതെ, അത് ശരി. അമാനി സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിൽ വിരുദ്ധ. അപ്പൊ ആട്, കോഴി, താറാവ് അതിനൊക്കെ വളർത്തിയതൊരു ഫാം അമാനി നടത്തിയിരുന്ന കാര്യമൊക്കെയാണ് ഇപ്പൊ അമാനി ഓർത്ത് പറയുന്നത്. ഇത് ഡയറക്റ്റ് നമുക്ക് മരത്തിൽ നിന്നൊക്കെ പറിക്കുക അല്ലെങ്കിൽ കാണാന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ശരിക്കും നാട്ടിലത്തെ ഒരു ഫീൽ ആയത് ഇവിടെ വന്നപ്പോ. ശരിക്കും സൗദി അറേബ്യ എന്ന് പറയില്ല, നല്ല അടിപൊളി ഫീൽ ആയിരുന്നു. നാട്ടിലത്തെ ഒരു ഫീൽ കിട്ടി. നമ്മുടെ നാട്ടിലെ പറമ്പിൽ ചെന്നൊരു അനുഭവമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളതുപോലെ പറിച്ച് കഴിക്കാം. സൗദി അറേബ്യയിലെ അബഹയ്ക്കടുത്തുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഇന്ന് വൈകുന്നേരം. ഒരു വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം. ശരിക്കും അബഹയിൽ നിന്ന് നമ്മുടെ ദർബ് ചുരം ഇറങ്ങുമ്പോൾ ദർബ് ചുരം ഒരു 10-11 കിലോമീറ്റർ ഇറങ്ങിയപ്പോൾ നമുക്ക് സൈഡിൽ ഒരു ഹോട്ടൽ കാണാം. സമ വിൽപ്പത്തിന്റെ ഒരു ഹോട്ടൽ കാണാം. അതിനടുത്തൊന്നും നമ്മുടെ ഈ 12 കിലോമീറ്റർ ദൂരത്തിൽ മറ്റ് കൺസ്ട്രക്ഷൻസ് ഒന്നും രണ്ട് സൈഡിലും കാണില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോട്ടൽ സമ വിൽപ്പത്ത് എന്ന് പറയുന്ന ഹോട്ടല്, റൈറ്റ് സൈഡിലായിട്ട് ഒരു പബ്, അതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലായിട്ടാണ് അകത്തേക്ക് ഈ പ്രകൃതി രമണീയമായ വേണമെങ്കിൽ അബഹയിലെ ഒരു സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടുത്തെ ഇതിന്റെ കാര്യക്കാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് കാര്യസ്ഥൻ പറയാത്തതിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന സൈനുദ്ദീൻ അമാനിയെ പരിചയപ്പെടുത്തുന്ന കാഴ്ചകൾ. മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, സീതപ്പഴം, വേറെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം, വിശേഷങ്ങളിലേക്ക് ഒക്കെ. അപ്പൊ നമ്മുടെ സൈനുദ്ദീൻ അമാനിയുടെ മസ്രയ്ക്കുള്ളിലേക്ക് കയറിയാണ്. മസ്ര എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നതാണ് എന്നാണ് സൈനുദ്ദീൻ അമാനി പറയുന്നത്. അപ്പൊ സൈനുദ്ദീൻ അമാനി നമുക്കൊന്ന് പരിചയപ്പെടണം. എനിക്ക് തോന്നുന്നു സൈനുദ്ദീൻ അമാനി സൗദി അറേബ്യയിൽ എത്തിയിട്ട് കുറെ വർഷങ്ങളായി. എത്ര വർഷമായി? 24 വർഷമായി. അൽഹംദുലില്ലാ. 9 വർഷമായി നമ്മള് ചക്ക, മാങ്ങ, തേങ്ങ, അതുപോലെ സീതാപ്പഴം, ചെറുനാരങ്ങ, പിന്നെ കാപ്പി, അങ്ങനെ കുറച്ച് മലയാളികൾ ഉപയോഗിക്കുന്ന അത്യാവശ്യം പഴങ്ങള്, റെയ്ദ എന്ന് അറബി പറയാം, നാടൻ പഴങ്ങൾ, അതൊക്കെ ഈ മസറയിലുണ്ട്. പിന്നെ അതുപോലെ കാപ്പി, അതുപോലെ തന്നെ ഇതൊക്കെ ആരാ കൃഷി ചെയ്യുന്നത്? മൾബറി ഉണ്ട്. ഇതൊക്കെ ആരാ കൃഷി ചെയ്യുന്നത്? ഇത് ഏകദേശം ഒരു 20 കൊല്ലം മുന്നേ ഒരു ബംഗ്ലാദേശിയും അതുപോലെ ഒരു മലയാളിയും രണ്ടാളും കൂടി നട്ട് വളർത്തിയതായിരുന്നു. എന്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം 9 വർഷമായി. 9 വർഷമായിട്ട് നമ്മള് നടത്തുവാണത്. മസ്ര എന്നാണ് ഇതിന് പറയുന്നത് അല്ലേ? മസറ. അതായത് ഫാം. നമ്മള് വേറെ ചില സുഹൃത്തുക്കളെ കൂടെ കാണുന്നുണ്ട്. നിങ്ങളത് കാണാൻ വന്നവരാണോ അല്ലെങ്കിൽ സുഹൃത്താണ്? സുഹൃത്തുക്കളാണ്. ഫ്രീ ആയിട്ട് തരുമോ മാനി? എങ്ങനെ ഏർപ്പാട്? അതങ്ങനെയൊന്നുമില്ല, നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എടുത്തോണ്ട് പോകും. അത്രേ ഉള്ളൂ. കുടുംബത്തിലൊരു അംഗം പോലെയും ആണ്. എവിടെയാ? സൗദി അറേബ്യ തന്നെയാണോ? സൗദി അറേബ്യ തന്നെ, മഹായിലാണ്. മഹായിൽ. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ. 100 കിലോമീറ്റർ ഉണ്ട്. എന്ത് ചെയ്യാ? വർക്ക്ഷോപ്പിലാണ്. പിന്നെ അർണാനിസ്ഥാന്റെ വൈഫ് നമ്മുടെ റുബീനെല്ലാം ഫാമിലി ഫ്രണ്ടാണ്. മക്കളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോ നാട്ടിലുള്ളത്. കുട്ടികളെ പഠിത്തം കാര്യമൊക്കെ ആയിട്ട് എല്ലാവരും, റാസി, അസദ്, അപ്പോൾ അങ്ങനെ ഫാമിലി ഫ്രണ്ടൊക്കെ ഇവിടെ എല്ലാ സുഹൃത്തിലായിരുന്നു. അപ്പോൾ അവർ ഒരു വർഷമായിട്ട് ഇപ്പോൾ നാട്ടിലെ സെറ്റിലാണ്. പിന്നെ ഈ കാണുന്നൊക്കെയാണ് മാമ്പഴം. അതെ, ഇവിടുത്തെ മാമ്പഴത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു രക്ഷയില്ല. അടാറ് മാമ്പഴം എന്നൊക്കെ പറയേണ്ടി വരും. എന്ത് രുചിയാണെന്നറിയോ? മാമ്പഴവും ചക്കയും അത് തന്നെ. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ചക്കയേക്കാൾ അത് എന്തായിരിക്കും? അത് അങ്ങനെ അത് നമ്മുടെ വേറെ സുഹൃത്തിനോട് പരിചയപ്പെടുവാണ്. മക്കയിൽ നിന്ന് വന്നതാണ്. ഈ മസ്ര കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കാണാൻ തന്നെ വന്നതാണ്. മക്കയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമൊന്നുമില്ല. അതെ അതെ അതെ. അൽബഹ മുതൽ തുടങ്ങിയതാണ്. അൽബഹ, മഹായില്, അബഹ, അമീസ് വരെ പോകാനുള്ളൊരു ചെറിയ ട്രിപ്പായി വന്നതാണ്. ഇവിടെ വന്നപ്പോ അമാനുസ്താദിനെ പരിചയപ്പെടാൻ കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇതിന്റെ ടേസ്റ്റ് വല്ലാത്ത ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയും ചക്കയും ഇവിടുത്തെ ഒരു പ്രത്യേകമായി ഉണ്ടാക്കിയതാന്നാ തോന്നുന്നത്. അതിനനുസരിച്ച് വേണ്ട ശുശ്രൂഷകൾ നൽകി. പിന്നെ മസറ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അതിന്റെ എല്ലാ ആളെ നിശ്ചയിച്ച് പണിയെടുപ്പിച്ച് ആവശ്യമായ അതിന്റെ പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അൽഹംദുലില്ലാ നല്ല ബെസ്റ്റ് നമ്പർ 1 മാങ്ങയും ചക്കയാണ് പറയുന്നത്. ഒന്നും പറയാനില്ല അല്ലേ? അമ്മാനി, ആരൊക്കെയാ അതിനകത്ത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആരാ?
ഈ കൃഷി ഞാൻ പറഞ്ഞില്ല 20 വർഷം മുന്നേ ബംഗ്ലാദേശ് സ്വദേശം അതുപോലെ ആ ഒരു വയനാട് സ്വദേശിയായിരുന്നു ഇത് ഫസ്റ്റിൽ നട്ടിരുന്നത്. ഇളനീരൊക്കെ ഇപ്പോൾ പണിക്കാർ സുഡാനിയുണ്ട്. അതുപോലെ നമ്മളെ ഫാമിലിയുള്ള സമയത്ത് കുട്ടികൾ റാസി അസതൊക്കെ കൃഷി ചെയ്യാൻ നല്ല താല്പര്യമാണ്. അവർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയായിരുന്നു ഇത് ആദ്യം എടുത്തത്. അത് പിന്നെ മലയാളിക്ക് ചക്ക കിട്ടാത്തൊരു അവസരം ഉണ്ടായിരുന്നു കൊറോണ സമയത്ത്. ആ സമയത്താണ് മാഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു റാഹത്തും സംതൃപ്തിയാകും. നാട്ടിലൊന്നും പോകാൻ പറ്റാത്ത ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് ചക്ക വാങ്ങിയിട്ട് ഒരുപാട് ഫാമിലികൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ ഇളനീർ ചിലരൊക്കെ അസുഖത്തിനൊക്കെ ചില ആവശ്യങ്ങൾക്കൊക്കെ ഇളനീരിന് വരാറുണ്ട്. ഇളനീരിനും വരും. അതൊരു വിൽപ്പന എന്നുള്ള ആൾക്കല്ല, അവർക്കൊക്കെ ഒരു മരുന്ന് എന്നുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷം. അതെ അതെ. ഇതിപ്പോ എല്ലാം പറയുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരാൻ നമുക്ക് സാമ്പത്തികം വേണം. പ്രത്യേകിച്ച് സൗദി അറേബ്യയാണ്. അപ്പൊ അത് നമ്മൾ ഒരു ഇപ്പം നമുക്കറിയാലോ പല സ്ഥലങ്ങളിലും സൗദി അറേബ്യയിൽ പാബഹയില് കമീസിലൊക്കെ ചക്കയ്ക്ക് നല്ല വിലയാണ്. അപ്പം നമുക്ക് എത്ര രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത്? അതുകൂടെ പറയാമോ? കാര്യം ഇത് വരുന്നവർക്കൊരു 50 മുതൽ 150 വരെ ചക്കന്റെ വലുപ്പവും കാര്യം നോക്കിയിട്ടേ കൊടുക്കും. 50 മുതൽ 150 വരെ ചക്കയ്ക്ക്. മാങ്ങ എങ്ങനെയാ? മാങ്ങ കിലോ നമ്മൾ കൊടുക്കൽ 5 റിയാല് കിലോ 5 കിലോ കൊടുക്കും. പുറത്ത് സോരികള് കടയിൽ നിന്നൊക്കെ ഒക്കൽ 15 റിയാലാണ്. 15 റിയാലാണ്. ഇവിടെ നമ്മൾ 5 റിയാലിന് മാങ്ങ കൊടുക്കും. തേങ്ങ ഇളനീര് എങ്ങനെയാണ്? ഇളനീര് 10, 12, 15 അത് ഓരോ സീസൺ അനുസരിച്ച് കൂടിയും കുറയൊക്കെ ചെയ്യും. ലൈറ്റ് പോലെ. സീതപ്പഴം നാരങ്ങയൊക്കെ ഉണ്ട്. സീതപ്പഴം ഉണ്ട്, നാരങ്ങയുണ്ട്, കറിനാരങ്ങ ഉണ്ട്. കറിനാരങ്ങ ഓണത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അത് ശരി. വില നോക്കിയിട്ടല്ല കൊടുക്കല്. അതൊരു ആൾക്കാർക്ക് ഒരു സംതൃപ്തി, അതാണ് മെയിൻ ഉദ്ദേശം. അതെ അതെ, അത് ഏറ്റവും പ്രധാനം അതാണ്. ഇപ്പൊ ഈ നമ്മള് സാമാന്യ ഇതൊരു കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയുള്ള കുറച്ച് പൈസ അത് സ്വാഭാവികമായിട്ട് ആരൊക്കായാലും വാങ്ങിക്കാതെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടിയുള്ള ചെറിയ ഒരു തുക ഈടാക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് പൈസ വേണല്ലോ. അതെ 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 അതെ. എല്ലാം ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റാ. മുരിങ്ങ ഇവിടുന്ന് വാങ്ങിയവര് പലപ്പോഴും പിന്നെയും മുരിങ്ങയൊക്കെ ആയിട്ട് വരുത്തുന്നുണ്ട്. നല്ല ഒരു ടേസ്റ്റുള്ള ഒരു മുരിങ്ങ. ാണ് ചക്കകളുമായി കടന്നു വരൂ എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. അങ്ങനെ ചക്കകൾ അങ്ങോട്ട് പോട്ടെ. ഇന്ന് അമാനിക്ക് നല്ല ഓർഡറുണ്ട്. അപ്പോൾ ഓർഡറുള്ള ദിവസമായതുകൊണ്ട് ചക്കകളൊക്കെ ഇങ്ങനെ പറിച്ച് നമ്മൾ ഇനി ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ്. ആണ്ടെ ഇവിടെ തെങ്ങ് ആ തെങ്ങിൽ നിന്നാണ് നമ്മൾ ഇളനീര് ഇടുന്നത്. ഇളനീരല്ലാതെ നമ്മൾ തേങ്ങയും പറിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് പോകും. അതോ ഇളനീരായിട്ട് തന്നെ എല്ലാം എടുക്കുവാണോ ചെയ്യുന്നത്? ഇളനീരായിട്ട് തന്നെ എടുക്കുക. അതെ. അതെ.
ആ ഓ അത് കൊള്ളാമല്ലോ. അതെ, ഇവിടെ ഒരു കടുവയെ ഇവർ വെച്ചിട്ടുണ്ട്. കടുവ വെച്ചേക്കുന്നത് കുരങ്ങന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. കുരങ്ങന്റെ ശല്യം ഉണ്ടോ മാനി? ആ ആ സൗണ്ട് കേൾക്കത്ത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കുരങ്ങനെ ഓടിക്കോളും. കുരങ്ങന്മാരെ ഓടിക്കാനുള്ള പരിപാടികളൊക്കെ അമ്മാനിയുടെ കയ്യിലുണ്ട്. ചക്ക കയ്യെത്തി പറിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണേൽ ഇവിടെ വരാം കേട്ടോ. കയ്യെത്തിപ്പറിക്കാൻ ദൂരത്തിൽ ചക്കകൾ കുറച്ച് കിടക്കുന്ന പ്ലാൻ തോട്ടം. നമ്മൾ പ്ലാൻ തോട്ടത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. കയ്യെത്തിപ്പറിക്കാവുന്ന ചക്കകളായതുകൊണ്ട് തോട്ടയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അമാനി നൈസായിട്ട് വളരെ കൂളായിട്ട് രണ്ടൊരു ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. അതെ, നല്ല വിളഞ്ഞ ഒന്നാം തരം ചക്ക അല്ലേ? കണ്ടാൽ തന്നെ അറിയാം. അതെ, നമ്മളിവിടെ ഒരു ചെറിയൊരു വാഴത്തോട്ടം കൂടെ കാണുകയാണ്. വാഴകളിങ്ങനെ കൊലച്ച് നിൽക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ സൗദി അറേബ്യയിലെ ഈ ഇത്തരം ഏരിയകളിലാണ് അൽബഹ, അബഹ, ഈ കുറച്ച് തണുപ്പുള്ള പ്രദേശങ്ങൾ, വർഷത്തിൽ കൂടുതൽ സമയം തണുപ്പുള്ള പ്രദേശങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഈ വാഴ നാരങ്ങ. അതെ, ഇതിനു മുമ്പ് ഞാൻ ഈ വാഴയും നാരങ്ങയെ കണ്ടുള്ള തായിഫിലാണ്. തായിഫിൽ ചില ഗംഭീരമായ ഫാമുകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സീതപ്പഴത്തിൻ്റെ മരങ്ങളാണ്. സീതപ്പഴം ഇപ്പം നമ്മൾ കാണുമ്പോൾ കുറച്ചൊക്കെ വാടിപ്പോയിട്ടൊക്കെ ഉണ്ട്. പകലൊക്കെ നല്ല വെയിലാണല്ലോ. അതെ, സീതപ്പഴം. Wow. അപ്പോൾ ഇതൊക്കെയാണ് അമാനിയുടെ ഈ മസ്രയുടെ വിശേഷങ്ങൾ. നമുക്ക് ഫാം എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ
ഫാം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ് അമാനി. ആ എന്താണ് ആടിന്റെ കോഴി, ആട്, കോഴി, താറ്, കാട പാല്, ഒക്കെ ഉണ്ട്. അതുണ്ടായിരുന്നു. ആ ഇപ്പൊ ഇവിടെ നടത്തിപ്പിനൊക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് തന്നെ വിറ്റത് ഒരു വർഷം മുന്നേ. അത് ശരി. അമാനി സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിൽ വിരുദ്ധ. അപ്പൊ ആട്, കോഴി, താറാവ് അതിനൊക്കെ വളർത്തിയതൊരു ഫാം അമാനി നടത്തിയിരുന്ന കാര്യമൊക്കെയാണ് ഇപ്പൊ അമാനി ഓർത്ത് പറയുന്നത്. അതില് കുറച്ച് നമ്മള് പിന്നെ പ്രോത്സാഹനം നമ്മള് ലുക്മാൻ ഡോക്ടർ ആ ആ ആ ഏത് സമയത്ത് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞുതരും. അതുപോലെ നമ്മൾക്ക് കൂടെയൊക്കെ ചെയ്യുന്നൊരു ആളായിരുന്നു ലുക്മാൻ ഡോക്ടർ. അതെ 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 സമയത്തോടൊന്നും വന്നിട്ടില്ല. അതെ. നേരത്തെ പറഞ്ഞ പോലെ ആ രുചികരമായ ചക്ക വന്നിട്ടുണ്ട് കേട്ടോ. ചക്ക അമാനി കുറച്ച് നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്തതിന് മുമ്പ് അമാനി കുറച്ച് ചക്ക ചുളയൊക്കെ എടുത്ത് തന്നായിരുന്നു. മാഷാ അല്ലാ, ഒരു രക്ഷയുമില്ലാത്ത രുചിയുള്ള ചക്കകൾ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചക്കകളും മാങ്ങകളും ഒക്കെ പറിക്കണം. ഒരുപാട് ഫാമിലികൾ എന്റർടൈൻമെന്റ് ഫ്ലാറ്റിൽ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി വെളിയിറങ്ങി വരാറുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. ഇവിടെ പലപ്പോഴും ഈ പൊതുവേ നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഈ ഫ്ലാറ്റുകളിലൊക്കെ ഒതുങ്ങി പോകുന്ന മലയാളി കുടുംബങ്ങളൊക്കെ ഒത്തിരി അവരുടെ ഒരു റിലീഫ്, ഒരു റിലാക്സിന് വേണ്ടി ഇവിടെയൊക്കെ വന്ന് അവർ ചെലവഴിക്കുന്നു, വാരാന്ത്യങ്ങൾ ചെലവഴിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ്. അമാനിയോട് നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. അമാനി ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ വരാം. ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഴ്ചയിൽ വെള്ളി അല്ലെങ്കിൽ വ്യാഴം ഈ രണ്ട് ദിവസം ഉണ്ടാവും. വന്നവർക്ക് ഫ്രഷ് മാങ്ങ പറിക്കാം. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. അതെ 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 അതെ. അപ്പോ മാങ്ങകളൊക്കെ നമ്മളിവിടെ പറിച്ചു വെച്ചിരിക്കുകയാണ്. നേരത്തെ മാങ്ങയുടെ വിലയും കാര്യങ്ങളൊക്കെ അമാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ അമാനിയുടെ ഈ കേന്ദ്രം, പ്രകൃതി രമണീയമായ ഈ മസ്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് ചക്കയും മാങ്ങയൊക്കെ ഇനി പറിക്കണം. നമുക്ക് അങ്ങോട്ട് ചക്കയും മാങ്ങയൊക്കെ പറിക്കാനുള്ള പോക്കാണ് ഇനി അടുത്ത പോക്ക്. ആ അതെ, നമ്മുടെ നാട്ടിലെ സീതപ്പഴം ആത്തച്ചക്കയാണ്. മുരിങ്ങയ്ക്ക, വാഴയുണ്ട്. ആണ്ട മുരിങ്ങയ്ക്ക ഗംഭീരമായിട്ട് കുലച്ച് കിടക്കുന്ന മുരിങ്ങയ്ക്ക. അമാൻ ഇത് പറിക്കാറൊന്നുമില്ല. ഏതാണ്ട് ഇത് ഉണങ്ങിയൊക്കെ പോയല്ലോ. അത് കുറെ വരുന്ന സമയത്ത് പറിച്ചിട്ടുണ്ട്. ആവശ്യക്കാർ വന്ന് പറിച്ചുണ്ടോ ഇതുവരെ പറിച്ചെടുക്കും. ആ ആ വരുന്ന സമയത്ത് ഉള്ളവർക്ക് പറിച്ചുകൊണ്ടു. അതെ അതെ അതെ. അപ്പൊ എന്തായാലും മുരിങ്ങക്ക, മാങ്ങ നമ്മൾ കാണുകയാണ്. മുരിങ്ങക്ക, മാങ്ങ, ചക്ക, അങ്ങനെ പലവിധമായ ഐറ്റങ്ങൾ നമ്മൾ കാണുകയാണ് അമാനിയുടെ ഈ ഫാമിൽ. ബിലി അങ്ങോട്ട് മാറിക്കുന്നുണ്ട്. അവർ വഴക്ക് പറയുന്നത് ബില്ല് തിരിഞ്ഞിരിക്കാം. ചക്ക പഴുത്തുണ്ടോ? അവരുണ്ടോ? ഇത് കൂടുതൽ പഴുത്തുകൊണ്ടാണ്. പറയാൻ പറ്റില്ല. തൂരിറങ്ങിയ ഇതിന്റെ ടേസ്റ്റ് വരെ നിങ്ങൾ മനസ്സിലാക്കി ഇത് മറ്റേ ചക്കനേട്ടാ. വെള്ളം കയറിയിട്ടുണ്ട് ശകലം. ഇത് മരത്തിനോട് തന്നെ വെച്ചു എല്ലാവർക്കും ഒരു പങ്കൽ. ഇതിനകത്തൊരു ശകലം വെള്ളം. ഇത് വെള്ളം കയറിയിട്ടുണ്ട്. ബില്ലു ചക്ക എങ്ങനെ ഉണ്ടടാ? ഹേയ്, ചക്ക എങ്ങനെ ഉണ്ട്? ടേസ്റ്റിയാണോ? യുമ്മി ഇതിന് കുരു എടുക്കാം നമുക്ക്, നല്ലതാ. യുമ്മിയാണോ ടേസ്റ്റിയാണോടാ? സൈനുദ്ദീൻ അമാനിയുടെ മസ്ര കാണാൻ വേണ്ടി വന്ന മലയാളി ഫാമിലീസിനൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്.
കുറച്ച് ഫാമിലീസ് അവരുടെ ഒരു അനുഭവം പറയാം. എങ്ങനെയുണ്ട് അനുഭവം ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന് നമ്മളിപ്പോ പ്രവാസിക്ക് നമുക്ക് നാട്ടിൽ ചക്ക അല്ലെങ്കിൽ ഇപ്പൊ മാങ്ങ, മുരിങ്ങക്കായ, അതുപോലെ സീതാപ്പഴം ഇതൊക്കെ ഇവിടെ കാണുന്ന തന്നെ വലിയ അതിശയം. നമ്മളിപ്പോ കാരണം ഇപ്പൊ ലുലുവിലോ അല്ലെങ്കിൽ നെസ്റ്റോലോ ഒക്കെ അങ്ങനെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കണ്ടുള്ള പരിചയമുള്ളൂ. ഇത് ഡയറക്റ്റ് നമുക്ക് മരത്തിൽ നിന്നൊക്കെ പറിക്കുക അല്ലെങ്കിൽ കാണുക പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ വരാനും കാണാനൊക്കെ ശ്രമിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതായത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ചക്കയും മാങ്ങയൊക്കെ കഴിച്ചോ? ആ കഴിച്ചു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, രക്ഷയില്ല, അടിപൊളിയായിരുന്നു. കേരളത്തിൽ ഇവിടെ വന്നുവിട്ട് ഒരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും നാട്ടിലത്തെ ഒരു ഫീൽ ആയിരുന്നു ഇവിടെ വന്നപ്പോ. ശരിക്കും സൗദി അറേബ്യ എന്ന് പറയില്ല, നല്ല അടിപൊളി ഫീൽ ആയിരുന്നു. നാട്ടിലത്തെ ഒരു ഫീൽ കിട്ടി, എനിക്ക് സന്തോഷം. അപ്പോ നമ്മുടെ ഈ വരുന്നവർക്കെല്ലാം ഇത് ഫ്രീ ആണ്. ഇത്തരം സാധനങ്ങളെ ഫുഡ് നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടോ? ആ ഓക്കെ. ഇപ്പൊ ഇത് ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം ഒരു ആതിഥ്യ മര്യാദയുടെ പലതരം ലക്ഷണങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് മറ്റൊരു മലയാളി ഫാമിലിയാണ്. നമ്മൾ എവിടെയാണ് ശരിക്ക്? അബഹയിലാണോ കമീസിലാണോ താമസിക്കുന്നത്? കമീസിൽ നിന്നാണ്. എങ്ങനെയുണ്ട്? പൊളി. അതെ, മാങ്ങ സ്വന്തമായിട്ട് പറിച്ചെടുക്കാം. അതെ, പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ്മെന്റ് ആണ്. ഇത് കണ്ടില്ലേ? അതെ, മാങ്ങയിൽ ചക്കയിൽ മാങ്ങയിൽ കുളിച്ചു നിൽക്കുന്ന, ചക്കയിൽ കുളിച്ചു നിൽക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ നാട്ടിലെ പറമ്പിൽ ചെന്ന ഒരു അനുഭവമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളതുപോലെ പറിച്ച് കഴിക്കാം, പറിച്ചെടുത്തിട്ട് പോവാം. അതെ, നമ്മുടെ നാട്ടിൽ ചെന്ന ഒരു അനുഭവം. ഇവിടെ വലിയൊരു ഫാം ഒന്നും പ്രതീക്ഷിച്ച് ആരും വരരുത്. കുറച്ച് കുറെ മാവുകളുണ്ട്, ചക്കയുണ്ട്. ഒരു നമ്മുടെ ഒരു ഔട്ട് ഹൗസ് സെറ്റപ്പ്. ഔട്ട് ഹൗസ് ഒരു മലനിരയുടെ ഒരു താഴെ ഒരു ഔട്ട് ഹൗസ് സെറ്റപ്പ്. ഈവനിങ് ഒക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം നമുക്ക്. അതാണ് സത്യമാണ്. വളരെ ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള. അതെ, കുറച്ച് ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറെ മാവുകളുണ്ട്, മുരിങ്ങയ്ക്കുണ്ട്, നാരങ്ങയുണ്ട്. അല്ലെ, നാരങ്ങയൊക്കെ കണ്ടില്ലായിരുന്നോ? വാഴയുണ്ട്. അതെ, മുരിങ്ങയുണ്ട്, കസ്റ്റാർഡ് ഉണ്ട്, അബക്ക്, ഒരുവിധം നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടുത്തെ ഇക്കാണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ്. അതാണ് ഒരു പ്രത്യേകത. അപ്പോ സൈനുദ്ദീൻ അമാനിയുടെ ഫാം വിശേഷങ്ങൾ അല്ലെങ്കിൽ മസ്ര വിശേഷങ്ങൾ അങ്ങനെ തുടരുകയാണ്. നമ്മൾ മലയാളികളൊക്കെ ഇവിടേക്ക് വരണം. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഈ വളരെ തിരക്കും സമ്മർദ്ദമൊക്കെ നിറഞ്ഞ പ്രവാസ ജീവിതത്തിനിടയിൽ ഇതൊരു രസമുള്ളൊരു സ്പോട്ടാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇവിടുത്തെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത്. അപ്പൊ സൈനുദ്ദീൻ അമാനിയുടെ മസ്രയിൽ നിന്നുള്ള തിരികെ യാത്രയിൽ ഒരു കാര്യം കൃത്യമായിട്ടും പറയാൻ പറ്റും. ചക്കപ്രേമികൾ മാത്രമല്ല, ഏതെങ്കിലും പഴം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അമാനിയുടെ തോട്ടത്തിൽ വിളയുന്ന ചക്കയും മാങ്ങകളും മറ്റു പഴങ്ങളും ഒക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഖമീസ് അബഹ ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അമാനിയുടെ ആ ഫാം ഹൗസ് ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ അബഹ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ. ഇവിടെ എത്തുന്ന മലയാളികൾ അടക്കം എല്ലാവരും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അമാനിയുടെ ആ മസ്രയിൽ എത്താൻ പറ്റുമെങ്കിൽ അതൊരു നല്ല അനുഭവമായിരിക്കും. നിങ്ങൾക്ക് മികച്ച പഴങ്ങളുടെ ഒരു രുചി മാത്രമല്ല, അവിടുത്തെ ഒരു വൈകുന്നേരം വളരെ ഈ സമ്മർദ്ദങ്ങൾക്ക് ഒക്കെ ഇടയിൽ നമുക്കൊന്ന് ആ സമ്മർദ്ദങ്ങളൊക്കെ ഇറക്കി വെച്ച് വളരെ കൂളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേരമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വൈകുന്നേരത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമുക്ക് ഈ യാത്ര ഇങ്ങനെ തുടരാം.